ഉറക്കമിണീറ്റ് സജീവമായ റോഹ്തക്കിലെ തെരുവുകൾ ഭൂപീന്ദർ ഹൂഡയുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. കയ്യിൽ കോൺഗ്രസ് പാർട്ടിയുടെ കൊടികൾ, ചൗധരി ഭൂപീന്ദർ ഹൂഡയെ വീണ്ടും രാജാവായി വാഴിക്കാൻ തലപ്പാവുകൾ, എല്ലാം എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊടുക്കം പറയേണ്ടി വന്ന അവസ്ഥയാണ് ഹരിയാനയിൽ ഇന്ന് കണ്ടത്. ഹരിയാന ഇതാ കൈക്കുമ്പിളിൽ എന്ന് പ്രഖ്യാപിക്കാൻ ഒരുങ്ങി നിന്ന ഹൂഡ ക്യാമ്പിന്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു. ഇടിമിന്നലടിച്ച വേഗത്തിലും ആഘാതത്തിലും കോൺഗ്രസ് കൂപ്പുകുത്തി വീണു. കാര്യങ്ങൾ യു ടേൺ എടുത്ത പോലെ കോൺഗ്രസ് പാളയത്തിലെ ആഘോഷങ്ങൾ നിലച്ചു. BJP കാര്യാലയങ്ങളിൽ പടക്കം പൊട്ടി. ഡൽഹിയിൽ ACC ആസ്ഥാനത്ത് പൊട്ടിക്കാൻ വെച്ച പടക്കങ്ങളും മധുരവും അനാഥപ്രേതം പോലെ ഒരു മൂലയ്ക്ക് കിടന്നു. കോൺഗ്രസ് ആസ്ഥാനത്ത് ആളും ആരവും ഒഴിഞ്ഞു. 70 സീറ്റ് ഉറപ്പ് എന്ന് അവകാശം ഉന്നയിച്ചവർക്ക് എന്താ സംഭവിച്ചത് എന്നാദ്യം മനസ്സിലായില്ല. പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പഴിച്ചും അത്ഭുതം പ്രതീക്ഷിച്ചും ഒരു 60 സീറ്റ് വരെ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞ് സ്വയം ആശ്വാസം കണ്ടെത്തി. देहात की तरफ नहीं गए, अभी शहरों में चल रहा था. शहरों में BJP का वोट था, उनकी जमात दिंगा मस्ती थी और देहात के अंदर जो ना कांग्रेस बहुत % मत से कांग्रेस बनाई, सरकार बनाएगी. अभी देखियो आप 2 बजे करीब ईद गम्मा की गिनती भी शुरू हुई है. पहले शहर ही दिखा रहे थे, गाँव में चालू हुआ है. അണികൾക്കൊപ്പം പാർട്ടി ഓഫീസിൽ ഇരുന്ന് വലിയ സ്ക്രീനിൽ വോട്ടെണ്ണൽ കണ്ട് വിജയം ആഘോഷിക്കാമെന്ന് കരുതി വീട്ടിൽ നിന്നിറങ്ങിയ ഹൂഡയെ 12 മണിക്ക് ശേഷം ആരും കണ്ടിട്ടില്ല. മാധ്യമപ്രവർത്തകർക്ക് പിടിയും കൊടുത്തിട്ടില്ല. ഇത്രയധികം അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും എങ്ങനെ തോറ്റു എന്ന് കോൺഗ്രസ് മനസ്സിരുത്തി പഠിക്കേണ്ടി വരും. വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുൻപ് കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടായിരുന്നത് പ്രതീക്ഷയാണ്. വോട്ടെണ്ണി കഴിയുമ്പോഴും ആ പ്രതീക്ഷ ബാക്കിയാവുന്നു. ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ കാണാമെന്ന്. വോട്ട് പൂർണ്ണമായി എണ്ണിക്കഴിഞ്ഞപ്പോൾ ഹൂഡയുടെ വീട്ടിൽ തടിച്ചുകൂടിയ പ്രവർത്തകരോട് ഹൂഡയുടെ സഹായികൾ തന്നെ പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. എന്തൊക്കെയോ മുറുമുറുത്തുകൊണ്ട് അവരെല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്തു. റോഹ്തക്കിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനോടൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.